ഈ ഒരു ചോദ്യം നോക്കിയാലോ. അതായത് 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. പലിശ നിരക്ക് സാധാരണ രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത് 100 രൂപയ്ക്ക് 1 വർഷത്തേക്ക് ഈടാക്കുന്ന പലിശ എത്രയാണ് അത് വെച്ചിട്ടാണ് പലിശ നിരക്ക് കണക്കാക്കുക. ഇവിടുത്തെ ചോദ്യത്തിൽ നിന്നും 1 രൂപ 1 മാസം 1 പൈസ ഇത്രയുമാണ് നമുക്ക് ഇതിനെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100 രൂപയ്ക്ക് 1 മാസം ഇത് വെച്ചിട്ട് എത്രയായിരിക്കും? 100 പൈസ ആയിരിക്കും വരിക. 1 മാസം 100 പൈസയാണ്. 100 പൈസ എന്ന് പറയുന്നത് നമുക്കറിയാം 1 രൂപയാണെന്ന് അറിയാം അല്ലെ. ഇവിടെ 1 രൂപ എന്ന് ഞാൻ ബ്രാക്കറ്റിൽ അങ്ങ് എഴുതുകയാണ്. അപ്പോൾ 1 മാസം എന്നുള്ളത് 12 മാസം എടുക്കാം. അതായത് 1 വർഷം അല്ലെ, 12 മാസം. അപ്പൊ ഇത് എത്ര ആവും? ഈ 1 രൂപ എന്നുള്ളത് 12 രൂപയാവും. അപ്പൊ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. അതായത് 100 രൂപയ്ക്ക് 12 രൂപയായിരിക്കും 1 വർഷത്തേക്ക് പലിശയായിട്ട് വരിക. അപ്പൊ അതാണ് അതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ് ഇവിടെ? ഓപ്ഷൻ എ 12% കിടപ്പുണ്ട്. അതാണ് ഇതിന്റെ ആൻസർ.